sir, P. Venkal Joseph, M. K. Munir sir, PTA വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകരായ നാലാം വാർഷിക അവാർഡത്തോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരണമാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്കറിയാം വേണ്ടി തീരുമാനിച്ച എല്ലാ ജില്ലകളിലും സംഘാടക സമിതിയുടെ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് 13 വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മുൻ MLA ശ്രീയെ വാർഷികം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രസന്റേഷന് ശേഷം MLA-മാർക്കും ഡെപ്യൂട്ടി മേയറും കയറി ജില്ലാതല കമ്മിറ്റി വേണം എന്നാണ് ഇത്തവണ മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് പുറമെ സബ് കമ്മിറ്റികൾ രൂപീകരിക്കണം. എന്നിട്ട് നമുക്ക് യോഗം അവസാനിപ്പിക്കാവുന്നതാണ്. എന്റെ കേരളം എന്ന പേരിലാണ് ഈ മന്ത്രിസഭയുടെ 4ാം വാർഷികം വളരെ വിപുലമായി സർക്കാർ ആഘോഷിക്കാൻ. ഇവിടെ കൺസ്യൂമർ ഫെഡിന്റെ ഇവിടെ കഴിയുന്നു പ്രദീപ് കുമാർ മുന്നേറ്റങ്ങളും കൂടെ ഇങ്ങോട്ടിരുന്നു. ഇവിടെ 4ാം വാർഷിക ആഘോഷം നമ്മുടെ ജില്ലയിൽ നിന്നുള്ള മറ്റൊരു മന്ത്രി കൂടിയായിട്ടുള്ള എലത്തൂർ MLA P.A.K. ശശീന്ദ്രൻ, അദ്ദേഹത്തിന് കാസർഗോഡിന്റെ ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ ചുമതല കൂടി നിർവഹിക്കും എന്നാണ് മെസ്സേജ്. അദ്ദേഹത്തിന് ലീവ് പറഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാ വർക്കും നമ്മളോട് സഹകരിച്ച് മുന്നിൽ തന്നെ അദ്ദേഹം. ഏപ്രിൽ 21-ാം തീയതിയാണ് സർക്കാർ വാർഷികാഘോഷം കാസർഗോഡ് വെച്ച് ആരംഭിക്കും. മെയ് 23-ന് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് സമാപിക്കുന്ന നിലയിലാണ് 14 ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് പ്രത്യേക യോഗങ്ങൾ നടത്താനാണ് നിശ്ചയിച്ചത്. എല്ലാ ജില്ലകളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗങ്ങളുണ്ട്. എല്ലാ ജില്ലകളിലും പ്രദർശന വിപണന മേള ഒരു 10 ദിവസം നീണ്ട് 11 ദിവസം നീണ്ടു നിൽക്കുന്ന മേളകൾ